ഹലോ എവറി വൺ. ഇന്ന് സിമ്പിളായിട്ട് തേങ്ങ അരച്ച അയില മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. ഇത് 1/2 കിലോ അയിലയാണ്. അപ്പോൾ ഒരു ചട്ടിയിലാണ് ഞാൻ ഈ മീൻകറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വേണം, 2-3 സ്പൂണ് വെളിച്ചെണ്ണ വേണം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇച്ചിരി കടുക് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇച്ചിരി ഉഴുവൊക്കെ മസ്റ്റാണ്. പിന്നെ അര പീസ് ഇഞ്ചിയും, പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് എരിക്കനുസരിച്ചിട്ട് മതി. മീൻ 1/2 കിലോ മീനായതുകൊണ്ട് ഞാൻ വലിയ 2 സവാളാണ് എടുത്തിരിക്കുന്നത്. സവാള ഇച്ചിരി കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കറിക്കൊരു തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ആദ്യം വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് വോയിസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ടാണ് വീഡിയോ ഈ ഒരു രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഞാനിതിൽ കറി ലീവ്സ് ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണ ഇടുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി കടുക് ഇതൊക്കെ ഇടുമ്പോഴല്ലേ നമ്മൾ കറി ലീവ്സൊക്കെ ഇടാറുള്ളൂ. പക്ഷേ എനിക്കത് ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയി പോകുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് സവാള ഇട്ട ശേഷമാണ് ഇത് എടുത്തിടുന്നത്. അപ്പം എനിക്കിതിൽ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മൾ റെഡ് ചില്ലി പൗഡറും ഇച്ചിരി മഞ്ഞളുണ്ടെങ്കിൽ മതി. ഇതാണ് മെയിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മതി. കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു 3-3.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത്യാവശ്യത്തിന് എരിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് 3.5 സ്പൂണും അതും. പിന്നെ റെഡ് ചില്ലി 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാൻ സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ തക്കാളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് സ്മാഷ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അത് ഒത്തിരി സ്മാഷ് ചെയ്യുമ്പോൾ നമുക്ക് കറിക്കൊരു തിക്നെസ്സും കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പം കുടംപുളി ഒരു 3 പീസ് കഴുകി ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഞാൻ തിളപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ സവാള പിന്നെ ഈ ഒരു മസാല എല്ലാം ഈ പുളി വെള്ളത്തിലൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിൻ്റെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് തേങ്ങയുടെ ആവശ്യമുണ്ട്. ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു പീസ് സവാള. ഇത് രണ്ടും നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഗ്രേവി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ചോറിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വെള്ളം ആവശ്യത്തിന് ഇടുന്നുണ്ട്. എനിക്ക് ഗ്രേവി ആവശ്യം അനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒത്തിരി വെള്ളമായി പോകുന്നത് കേട്ടോ, അത് ടേസ്റ്റും മാറിപ്പോവും. ഇത്തിരി തിക്കായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ ഞാൻ മീൻ ഇടാറില്ല. ഇച്ചിരി തിളച്ച് വരണം, അത് വന്ന ശേഷം മാത്രമേ ഞാൻ മീൻ ഇടാറുള്ളൂ. ഉപ്പും ഞാൻ നേരത്തെ സവാള ഇട്ട സമയത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറവായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ, രക്ഷയില്ല, നല്ല മണം വരുന്നുണ്ട്. മീനൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഞാനൊരു പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെയിം മെത്തേഡ് വെച്ചിട്ട് ഞാൻ അയില കറിയാണ് വെച്ചിരുന്നത്. അത് നല്ല രസമുണ്ട്. യൂഷ്വലി നമ്മൾ അയില മീൻ കറിക്ക് തേങ്ങ ഒന്നും അരയ്ക്കാറില്ലല്ലോ. പക്ഷേ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് അയില മീൻ കറി വയ്ക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഇച്ചിരി തിക്കായിട്ട് വേണം, ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് ഭയങ്കര തിക്കായിട്ട് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉപ്പൊക്കെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാമല്ലോ, മിക്കവരും നമ്മൾ ഇറക്കി വെക്കുന്ന മുമ്പ് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു 2 സെറ്റപ്പാണ് ഞാൻ ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. തിളപ്പിച്ച് വരുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല സ്മെല്ലാണ്. ഈ ഒരു കറി നമുക്ക് എന്തിനു വേണമെങ്കിലും ആഡ് ചെയ്യാം. ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ചോറ്, പൊറോട്ട എന്തിനു വേണമെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.